നമസ്കാരം. യൂണിഫോം ഊരി അങ്ങാടിയിൽ ഇറങ്ങിയാൽ അടിച്ചിരിക്കും. ഇത് പോലീസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് KC നേതാവായിട്ട് ഉള്ള ആൾ സംഘർഷത്തിനിടയിൽ കേസെടുത്ത പോലീസിനെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയാണ് KCൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ഗോകുൽ ഗുരുവായൂർ. അതായത് ഈ തൃശ്ശൂർ ലോ കോളേജിലുണ്ടായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടായിരുന്നല്ലോ. ആ സംഘർഷത്തിൽ ഈ KSUവിൻ്റെ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് അവരെ കസ്റ്റഡിയിലെടുത്തു. ആ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് ഗോകുലിൻ്റെ പ്രകോപനപരമായിട്ടുള്ളൊരു പ്രസംഗം ഉണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. അതൊക്കെ വൈറലായിരിക്കുകയാണ്. CPO ശിവപ്രസാദിനെ തെരുവിൽ നേരിടും, മാത്രമല്ല സംയമനം പാലിക്കുന്നത് യൂണിഫോമിനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് എന്നും അത് ഊരിക്കഴിഞ്ഞാൽ തല്ലിയിരിക്കുമെന്ന് പറയപ്പെടുകയാണ് ഗോകുൽ ഗുരുവായൂർ. SFIക്കാരുടെ വാക്കും കേട്ട് ലോ കോളേജിൽ KSU പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ തല്ലിച്ചതയ്ക്കാനെത്തിയ ACP ഉൾപ്പെടെയുള്ളവരോടാണ് പറയുന്നത് എന്ന് ഗോകുൽ പ്രസംഗിക്കും. എല്ലാ കാലവും ഭരണം പിണറായി വിജയൻ്റെതായിരിക്കില്ല എന്നും ഭരണം മാറുകയും ഞങ്ങളുടെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരെ ഏതെങ്കിലും നിലയിൽ തല്ലിച്ചതച്ച CPO ശിവപ്രസാദിനോട് ഉൾപ്പെടെയാണ് ഈ കാര്യം പറയുന്നത് എന്നുള്ള ഭീഷണി സ്വരമാണ് ഗോകുൽ മുന്നോട്ട് വെക്കുന്നത്. വീഡിയോ എടുക്കുന്ന പോലീസുകാരോട് പറഞ്ഞതും അതുതന്നെയാണ്. ശിവപ്രസാദിനെ ഞങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട്, അവനെ തെരുവിൽ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. പക്ഷേ യൂണിഫോം ഊരി തൃശ്ശൂർ അങ്ങാടിയിൽ ഇറങ്ങാൻ അവന് ധൈര്യമുണ്ടെങ്കിൽ അവനെ ഞങ്ങൾ അടിച്ചിരിക്കും, അതിൽ സംശയം വേണ്ട എന്നാണ് KSU നേതാവിൻ്റെ പ്രസംഗം. KSU നേതാവിനൊക്കെ പഴയ SFIക്കാരൻ്റെ ഒരു മുഖമുണ്ടാകുന്നു, ഒരു മനമുണ്ടാകുന്നു. യൂണിഫോം ഊരി അങ്ങാടിയിലേക്ക് ഇറങ്ങിയ തല്ലും പോലീസുകാരനെ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയം വളരുകയാണോ അതോ പുതിയ തലമുറ ഉണരുകയാണോ? എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും ചിലപ്പോൾ പലർക്കും അറിയില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം കളിച്ച് എത്തപ്പെടുന്നത് എവിടെയാണ്? നിയമം കയ്യിലെടുക്കുന്നത് ആരാണ്? ഇനി ലോ കോളേജിനുള്ളിലേക്ക് ഈ പറയുന്ന SFIക്കാർ പറഞ്ഞതുകൊണ്ടാണോ KSUക്കാരെ തല്ലിച്ചതച്ചത് എന്നൊരു അന്വേഷണം വേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഗോകുൽ പ്രസംഗിച്ചത് അല്ലെങ്കിൽ KSUക്കാരനായ ഗോകുൽ പ്രസംഗിച്ചത് തെറ്റായി തന്നെ വ്യാഖ്യാനിക്കാം. യൂണിഫോം ഊരി വെച്ചിട്ട് പുറത്തു വന്നാൽ നിന്നെ തല്ലിയിരിക്കുമെന്നും ശിവപ്രസാദ് എന്ന് പറയപ്പെടുന്ന CPOയെ ഞങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട് എന്നും പറയപ്പെടുന്ന തരത്തിലേക്ക് വാചക കസർത്തുകൾ നടത്തുന്ന KSUക്കാരനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവൻ SFIക്കാരനാണോ എന്നാണ്. പക്ഷേ അത്തരത്തിൽ പറയുന്ന വാദഗതികളെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരാളെയും റോഡിൽ തല്ലാനോ അവൻ്റെ തലയെ വെട്ടിയെടുക്കുവാനോ ഉള്ളത് ഒരാളുടെയും സ്വാതന്ത്ര്യമല്ല, അത്തരത്തിൽ ചെയ്യാനും പാടില്ല. പക്ഷേ അങ്ങനെ പറയുന്ന വ്യക്തിത്വങ്ങളെ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്നുകൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അത് SFIക്കാരുടെ പിന്തുണയോടുകൂടിയുള്ള ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ പോലീസുകാർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്താണെങ്കിൽ അതിനെ നമ്മൾ നിയമപരമായി നേരിടുകയാണ് വേണ്ടത് എന്നുകൂടി ഈ KSUക്കാരോട് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാതെ വെല്ലുവിളിയല്ല. അങ്ങാടിയിലിറങ്ങുന്ന യൂണിഫോം ഊരി വരുന്ന പോലീസുകാരനെ തല്ലിച്ചതയ്ക്കലല്ല നിങ്ങൾ ചെയ്യേണ്ടത്. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് തല്ലാനും കൊല്ലാനുമുള്ളതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒപ്പം തന്നെ ഈ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരെ നിങ്ങൾ നിയമം കയ്യിലെടുക്കാൻ നടത്തുന്ന ഈ ശ്രമമുണ്ടല്ലോ, അത് വിദ്യാർത്ഥികൾ ഉപേക്ഷിക്കുക തന്നെ വേണം. പിണറായി വിജയനും പിണറായി വിജയൻ്റെ പോലീസും KSU എന്നോ യൂത്ത് കോൺഗ്രസ് എന്നോ കോൺഗ്രസ്സുകാരനെന്നോ നോക്കാതെ തല്ലിച്ചതയ്ക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ അവരെ മാത്രം ലക്ഷ്യം വെച്ച് നടത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് തെറ്റ്. അതിന് മറുപടി നൽകേണ്ടതും നിയമപരമായിട്ടാണ്. അതുകൊണ്ട് അങ്ങാടിയിൽ ഇങ്ങനെ നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട് തല്ലിത്തീർക്കുകയില്ല വേണ്ടത് എന്ന് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ KSUവിൻ്റെയോ വിദ്യാർത്ഥികളോട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ പാവങ്ങളുടെയൊക്കെ ജീവിതം ഗതികേടിലായി പോകും.